നമസ്കാരം. ഇന്ത്യൻ നാവികസേനയുടെ മറ്റൊരു ശ്രദ്ധേയമായ ദൗത്യ വിജയം കൂടി ലോക ശ്രദ്ധ നേടുകയാണ്. കടൽ കൊള്ളക്കാരുടെ ആക്രമണ ശ്രമം അതിവേഗം തടഞ്ഞ് ഒരു ചരക്ക് കപ്പലിനെയും അതിലെ ജീവനക്കാരെയും സുരക്ഷിതരാക്കിയിരിക്കുകയാണ് ഇന്ത്യൻ നാവികസേന. 2026 ജൂലൈ 1 MV ഗോൾഡൻ ആഴ്സണൽ എന്ന ചരക്ക് കപ്പൽ ഏഡൻ ഉൾക്കടലിലൂടെ യാത്ര ചെയ്യുന്നതിനിടെയാണ് കടൽ കൊള്ളക്കാരുടെ ആക്രമണ ശ്രമം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. സെന്റ് വിൻസെന്റ് ആൻഡ് ദി ഗ്രനേഡൈൻസ് പതാകയിലുള്ള ഈ കപ്പൽ യമനിലെ ഏഡനിൽ നിന്ന് യാത്ര തുടരുന്നതിനിടെയാണ് സംഭവം ഉണ്ടായത്. സംഭവം നടന്നത് ജിബൂട്ടിയിൽ നിന്ന് ഏകദേശം 300 നോട്ടിക്കൽ മൈൽ കിഴക്ക് വടക്ക് കിഴക്കായുള്ള കടൽ പ്രദേശത്താണ്. ലോകത്തിലെ ഏറ്റവും അപകട സാധ്യതയുള്ള സമുദ്ര മാർഗങ്ങളിൽ ഒന്നായി ഈ പ്രദേശം കണക്കാക്കപ്പെടുന്നുണ്ട്. ആക്രമണ വിവരം ലഭിച്ചതോടെ ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ IFC IOR വഴി സന്ദേശം ഇന്ത്യൻ നാവികസേനയ്ക്ക് കൈമാറി. അന്ന് തന്നെ ആ മേഖലയിൽ ദൗത്യത്തിലായിരുന്ന ഇന്ത്യൻ നാവികസേനയുടെ സ്റ്റെൽത്ത് ഫ്രിഗേറ്റ് INS ത്രികണ്ഠ് അതിവേഗം സംഭവസ്ഥലത്തേക്ക് കുതിച്ചു. MV ഗോൾഡൻ ആഴ്സണലിൽ ആകെ 21 ജീവനക്കാരാണ് ഉണ്ടായിരുന്നത്. അവരിൽ ഒരാൾ ഇന്ത്യൻ പൗരനുമായിരുന്നു. ആക്രമണത്തിനിടെ കപ്പലിന്റെ ബ്രിഡ്ജ് സൂപ്പർ സ്ട്രക്ചറിനും സമീപ ഭാഗങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചെങ്കിലും ജീവനക്കാർ എല്ലാവരും കപ്പലിലെ സുരക്ഷാ മുറിയിൽ അഭയം തേടിയതിനാൽ ആരും അപകടത്തിൽപ്പെട്ടില്ല. ജൂലൈ 2 രാവിലെ INS ത്രികണ്ഠിൽ നിന്ന് പ്രത്യേക ബോർഡിംഗ് ടീം കപ്പലിൽ കയറി മുഴുവൻ ഭാഗങ്ങളും സൂക്ഷ്മമായി പരിശോധിച്ചു. കടൽ കൊള്ളക്കാർ ആരും കപ്പലിൽ ഇല്ലെന്ന് ഉറപ്പാക്കിയതിനു ശേഷമാണ് ജീവനക്കാരെ സുരക്ഷിതമായി പുറത്തേക്ക് എത്തിച്ചത്. തുടർന്ന് ഇന്ത്യൻ നാവികസേനയുടെ ഉദ്യോഗസ്ഥരും കപ്പൽ ജീവനക്കാരും ചേർന്ന് കേടുപാടുകൾ വിലയിരുത്തുകയും യാത്ര തുടരാനുള്ള സാഹചര്യം ഉറപ്പാക്കുകയും ചെയ്തു. ഇതിനൊപ്പം തന്നെ ഇന്ത്യൻ നാവികസേനയുടെ ശക്തമായ P-8I മാരിടൈം പട്രോൾ എയർക്രാഫ്റ്റ് ആകാശ നിരീക്ഷണത്തിനായി വിന്യസിക്കപ്പെട്ടു. ഈ ദീർഘദൂര നിരീക്ഷണ വിമാനം മുഴുവൻ പ്രദേശവും നിരീക്ഷിച്ച് മറ്റ് സംശയാസ്പദമായ നീക്കങ്ങൾ ഉണ്ടായോ എന്ന് പരിശോധിച്ചു. ഇതിലൂടെ സമുദ്ര മേഖലയിലെ സുരക്ഷ കൂടുതൽ ശക്തിപ്പെടുകയും ചെയ്തു. മുഴുവൻ പരിശോധനകളും പൂർത്തിയായതോടെ MV ഗോൾഡൻ ആഴ്സണൽ വീണ്ടും സുരക്ഷിതമായി തങ്ങളുടെ യാത്ര തുടർന്നു. ഇതോടെ INS ത്രികണ്ഠ് നയിച്ച ആന്റി പൈറസി ദൗത്യവും വിജയകരമായി സമാപിച്ചു. ഇതൊരു സാധാരണ രക്ഷാപ്രവർത്തനം മാത്രമല്ല, ഇന്ത്യൻ നാവികസേനയുടെ ലോക വ്യാപാര കപ്പലുകളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ ഇന്ത്യ വഹിക്കുന്ന നിർണായക പങ്കിന്റെ മറ്റൊരു തെളിവാണ്. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ചെങ്കടൽ, ഏഡൻ ഉൾക്കടൽ, ഇന്ത്യൻ മഹാസമുദ്രം എന്നിവിടങ്ങളിൽ ഇന്ത്യൻ നേവി നിരവധി വ്യാപാര കപ്പലുകൾക്ക് സുരക്ഷ നൽകിയിട്ടുണ്ട്. ഇന്ത്യൻ കപ്പലുകൾ മാത്രമല്ല, ഏത് രാജ്യത്തിന്റെ കപ്പലായാലും അപകടത്തിൽപ്പെട്ടാൽ സഹായ ഹസ്തം നീട്ടുന്ന നയം തന്നെയാണ് ഇന്ത്യൻ നാവികസേന പിന്തുടരുന്നത്. ഇത് ഇന്ത്യയുടെ സൈനിക ശേഷി മാത്രമല്ല, ഉത്തരവാദിത്തമുള്ള ഒരു സമുദ്ര ശക്തി എന്ന നിലയിലുള്ള പ്രതിബദ്ധതയും ലോകത്തിനു മുന്നിൽ തെളിയിക്കുന്നുണ്ട്. കടൽ കൊള്ള, ആയുധക്കടത്ത്, ഭീകരപ്രവർത്തനങ്ങൾ, വ്യാപാര പാതകളുടെ സുരക്ഷ എന്നിവയിൽ ഇന്ത്യൻ നേവി ഇന്ന് ലോകത്തിലെ ഏറ്റവും വിശ്വസനീയമായ നാവികസേനകളിൽ ഒന്നായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ സമാധാനവും സുരക്ഷയും ഉറപ്പാക്കാൻ ഇന്ത്യ നടത്തുന്ന ഇത്തരം ദൗത്യങ്ങൾ വരും കാലത്തും തുടരുമെന്ന് ഇന്ത്യൻ നാവികസേന വ്യക്തമാക്കിയിട്ടുണ്ട്. കടലിൽ എവിടെയായാലും സഹായം ആവശ്യമുള്ളവർക്കൊപ്പം ഇന്ത്യ ഉണ്ടെന്ന സന്ദേശം വീണ്ടും ലോകത്തിനു മുന്നിൽ ഉയർത്തിക്കാട്ടിയിരിക്കുകയാണ് INS ത്രികണ്ഠ്. ഇന്ത്യൻ നാവികസേനയ്ക്ക് അഭിനന്ദനങ്ങൾ. ജയ് ഹിന്ദ്.